ഹായ് മക്കളെ, റിഡോക്സ് റിയാക്ഷൻ വളരെ ചെറിയ ചാപ്റ്ററാണ്. ചാടി നിന്നാൽ പെട്ടെന്ന് ഞാൻ ചെയ്തുതരാം. എല്ലാ കാര്യങ്ങളും ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഒന്ന് ഉഷാറായിട്ട് എൻ്റെ കൂടെ നിന്ന മോനെ. എന്താണ് റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുന്നതിന് മുമ്പ് ഈ നോട്ട് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഞാനിപ്പോൾ ഈ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന നോട്ട് കമ്മ്യൂണിറ്റിയിൽ വന്നില്ലല്ലോ സാറേ എന്നും പറഞ്ഞ് കുറേ പേര് വിഷമം പറയാറുണ്ട്. ഇത് കമ്മ്യൂണിറ്റിയിലിട്ട് കമ്മ്യൂണിറ്റി ആകെ നടക്കൂല. ഇത് നിങ്ങൾക്ക് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് CM അക്കാഡമി എന്നുള്ള ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഫ്രീ മെറ്റീരിയൽസ് എന്ന ഭാഗത്ത് യൂട്യൂബ് വൺ ഷോട്ട് വീഡിയോ എന്നുള്ള പേരിൽ നിങ്ങൾക്ക് ഈ നോട്ടുകളെല്ലാം അവൈലബിൾ ആണ്. നിങ്ങൾ ഐഫോൺ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആപ്പ് സ്റ്റോറിൽ മൈ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന ആപ്പാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്. അവിടെ ഈ ORG കോഡ് അടിച്ചു കൊടുത്താൽ ഇതുപോലെ തന്നെ ഫ്രീ മെറ്റീരിയൽസ് എന്ന പാർട്ടിൽ നിന്ന് നിങ്ങൾക്ക് നോട്ട്സ് കിട്ടും. അങ്ങനെ എന്താണ് റിഡോക്സ് റിയാക്ഷൻ എന്ന് നിങ്ങൾക്കറിയാം. ഓക്സിഡേഷനും റിഡക്ഷനും നടക്കുന്ന റിയാക്ഷനാണ് റിഡോക്സ് റിയാക്ഷൻ. എന്താണ് ഓക്സിഡേഷൻ? 6 ഡെഫിനിഷൻ ഉണ്ട് ഓക്സിഡേഷന്. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ 6 ഉത്തരങ്ങളുണ്ട്. പഠിച്ചോ. 1, അഡീഷൻ ഓഫ് ഓക്സിജൻ. ഓക്സിജൻ ആഡ് ചെയ്യുക, ഉറപ്പാണല്ലോ. അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ഹൈഡ്രജൻ, റിമൂവൽ ഓഫ് ഹൈഡ്രജൻ. എടാ, ഈ ഓക്സിജൻ എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോനെഗറ്റീവ് ആറ്റമാണ്. ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോ പോസിറ്റീവ് ആറ്റമാണ്. അപ്പോൾ ഓക്സിജൻ തന്നെ ആഡ് ചെയ്യണമെന്നില്ല. ഇലക്ട്രോനെഗറ്റീവായ വേറെ ആര് ആഡ് ചെയ്താലും ഓക്സിഡേഷനാണ്. അപ്പോൾ മൂന്നാമത്തെ ഡെഫിനിഷൻ എന്താ? അഡീഷൻ ഓഫ് ഇലക്ട്രോനെഗറ്റീവ് ആറ്റം. അപ്പോൾ നാലാമത്തെ ഡെഫിനിഷൻ എന്താ? റിമൂവൽ ഓഫ് ഇലക്ട്രോ പോസിറ്റീവ് ആറ്റം. ഇതിങ്ങനെയാണ് കണക്ട് ചെയ്താൽ മതി. അപ്പോൾ 4 ഡെഫിനിഷൻ സെറ്റ് അല്ലേടാ. 5ഉം 6ഉം നിങ്ങൾക്ക് അറിയുന്നതാണ്. ലോസ് ഓഫ് ഇലക്ട്രോൺസ് നഷ്ടപ്പെട്ടു പോകലാണ് ഓക്സിഡേഷൻ. 6 വെരി ഇമ്പോർട്ടൻറ്റ്. ഈ 6 എണ്ണത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇതാണ്, ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ. ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്താൽ ദാറ്റ് ഈസ് ഓക്സിഡേഷൻ. ഓക്സിഡേഷൻ മാത്രം പഠിക്കുക, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് റിഡക്ഷൻ എന്ന് ചിന്തിക്കുക. അപ്പോൾ റിഡക്ഷൻ എന്താ? റിമൂവൽ ഓഫ് ഓക്സിജൻ, അഡീഷൻ ഓഫ് ഹൈഡ്രജൻ, റിമൂവൽ ഓഫ് ഇലക്ട്രോനെഗറ്റീവ് ആറ്റം, അഡീഷൻ ഓഫ് ഇലക്ട്രോ പോസിറ്റീവ് ആറ്റം, ഗെയിൻ ഓഫ് ഇലക്ട്രോൺസ്, ലോസിൻ്റെ ഓപ്പോസിറ്റ് ഗെയിൻ, ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ. അപ്പോൾ ഇത് മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്കിത് തെറ്റിപ്പോവില്ല. മോനെ, ഓക്സിഡേഷൻ നമ്പർ മെത്തേഡാണ് നമ്മൾ ഒരാൾ ഓക്സിഡേഷൻ ആണോ റിഡക്ഷൻ ആണോ എന്ന് കാണാൻ സാധാരണ യൂസ് ചെയ്യാറുള്ളത്. ഓക്സിഡേഷൻ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാൻ 8 റൂളുകളുണ്ട്. ആ 8 റൂളുകളാണ് ഈ ചാപ്റ്ററിൻ്റെ ഹൃദയഭാഗം. അത് മനസ്സിലുണ്ടെങ്കിൽ റിഡോക്സ് റിയാക്ഷനിൽ ഒരു മാർക്ക് നിനക്ക് പോവില്ല. ട്രസ്റ്റ് മീ, നിനക്ക് പോവില്ല. നീ ഒന്ന് എൻ്റെ കൂടെ നോക്കണേ. 8 റൂള് പഠിച്ചു കഴിഞ്ഞാൽ ചാപ്റ്ററിൻ്റെ പകുതി കഴിഞ്ഞു. ഒന്നാമത്തെ റൂൾ എന്താണ്? ഓക്സിഡേഷൻ നമ്പർ ഓഫ് എലമെൻ്ററി ആറ്റം ഈസ് 0. എന്താണ് എലമെൻ്ററി ആറ്റം എന്നറിയോടാ? 8 റൂൾ എന്ന് പറയുമ്പോൾ അയ്യോ 8 റൂളോ, അത്രയൊന്നുമില്ല, സിമ്പിൾ കാര്യങ്ങളാണ്. ഒന്ന് ഉഷാറായിട്ട് നല്ല മനസ്സോടെ മറ്റു പരിപാടികളിൽ നിന്ന് മാറി നിന്ന് ഹൃദയം പൂർണ്ണമായി എന്നിൽ സമർപ്പിച്ചാൽ ഒരു അരമണിക്കൂറിനുള്ളിൽ റിഡോക്സ് റിയാക്ഷൻ സെറ്റാക്കി തരാം. കോൺഫിഡൻ്റ് ആയിട്ടിരിക്കും മോനെ. എടാ, എലമെൻ്ററി ആറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ആറ്റം ഒറ്റയ്ക്ക് നിൽക്കുക, അയാളോട് കൂടെ മറ്റ് ആറ്റങ്ങൾ ഇല്ലാതിരിക്കുക, ഒരേ ടൈപ്പ് ആറ്റം മാത്രം വരിക. അപ്പോൾ നോക്കിയാൽ ഹീലിയം എലമെൻ്ററിയാണ്. സോ അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ 0 ആയിരിക്കും. ഓക്സിഡേഷൻ നമ്പർ എപ്പോഴും നമ്മൾ അതിൻ്റെ തലേൻ്റെ മുകളിലാണ് എഴുതുക. സോഡിയം ഒറ്റക്കാണ് നിൽക്കണേ, 0. H2 പക്ഷേ ഇവിടെ ഒറ്റക്കാണോ നിൽക്കണേ? ആണ്. അഥവാ ഒറ്റയ്ക്ക് നിൽക്കുക എന്ന് പറഞ്ഞാൽ എണ്ണമല്ല നിങ്ങൾ നോക്കേണ്ടത്, ഒരേ ടൈപ്പ് ആൾക്കാരാണോ എന്നാണ് നോക്കേണ്ടത്. 2 എണ്ണം ഉണ്ടായിക്കോട്ടെ, പക്ഷേ രണ്ടും ഹൈഡ്രജൻ ആണല്ലോ, അപ്പോഴും നമ്മൾ എലമെൻ്ററി ആറ്റം എന്നാണ് പറയാം. മനസ്സിലായില്ലേ? എണ്ണത്തിലല്ല കാര്യം, എത്ര ടൈപ്പ് ഉണ്ട് എന്നുള്ളതിലാണ് കാര്യം. അപ്പോൾ ഫോസ്ഫറസ് 4 എണ്ണം വന്നാലും എലമെൻ്ററിയാണ്, സൾഫർ 8 എണ്ണം വന്നാലും എലമെൻ്ററിയാണ്, കാർബൺ 60 എണ്ണം വന്നാലും എലമെൻ്ററി തന്നെയാണ്. അവിടെ എല്ലാം ഓക്സിഡേഷൻ നമ്പർ 0 ആണ് എന്നതാണ് ഒന്നാമത്തെ അറിവ്. രണ്ടാമത്തെ അറിവ്, ഓക്സിഡേഷൻ നമ്പർ ഓഫ് അയോൺ. അയോൺ എന്ന് പറഞ്ഞാൽ എന്താ? ചാർജ് ഉള്ളവൻ. ചാർജ് ഉള്ളവൻ്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയായിരിക്കും? അയാളുടെ ചാർജിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ നോക്കിയാൽ H+ ഈസ് എൻ അയോൺ, അതിനൊരു ചാർജ് ഉണ്ട്. സോ അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ +1. എത്രയാണോ ചാർജ് അത് തന്നെ. അപ്പോൾ Cl- -1, O2- -2, N3- -3, Al3+ +3, കാൽസ്യം 2+ +2. കണ്ടോ? എത്രയാണോ ചാർജ് അത് തന്നെയാണ് അയാളുടെ ഓക്സിഡേഷൻ നമ്പർ. ഇതൊക്കെ ഒരു റൂളായിട്ട് പറയാൻ മാത്രമൊന്നും ഇല്ലല്ലോ. എടാ, ഗ്രൂപ്പ് 1 എലമെൻറ്റുകളില്ലേടാ? ലിഥിയം, അതുപോലെ സോഡിയം, അതുപോലെ പൊട്ടാസ്യം, റുബീഡിയം. ഈ ഗ്രൂപ്പ് 1 എലമെൻ്റ് ഒരു കോമ്പൗണ്ടിൽ വന്നാൽ അയാളുടെ ഓക്സിഡേഷൻ നമ്പർ ഓൾവേസ് +1 ആയിരിക്കും എന്നതാണ് റൂൾ നമ്പർ 3. ഇപ്പോൾ NaCl ഒരു ഗ്രൂപ്പ് 1 എലമെൻ്റ് ഉണ്ട്, Na, ദാറ്റ് ഈസ് +1. അപ്പോൾ അയാളുടെ ഓക്സിഡേഷൻ നമ്പർ +1. Li2CO3, ലിഥിയം ഈസ് എ ഗ്രൂപ്പ് 1 എലമെൻറ്റ്, സോ അയാളുടെ ഓക്സിഡേഷൻ നമ്പർ +1. ഒരു കോമ്പൗണ്ടിൽ ഒരു ഗ്രൂപ്പ് 1 എലമെൻറ്റ് വന്നാൽ അയാളുടെ ഓക്സിഡേഷൻ നമ്പർ +1 ആണ്. K2SO4 +1. കണ്ടോ? പൊട്ടാസ്യം അവിടെ എന്താണ്? +1 ആണ്. ഐ മീൻ ഗ്രൂപ്പ് 1 എലമെൻ്റ് ആണ്. ഒരാൾ വന്നിട്ട് നിന്നോട് സോഡിയം എന്ന് വെറുതെ പറഞ്ഞാൽ അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ 0 ആണ്. അത് ഞാൻ റൂൾ നമ്പർ 1 പറഞ്ഞു. എലമെൻ്ററി ആറ്റം ആണെങ്കിൽ 0 ആണ്. അപ്പോൾ പിന്നെ +1 ആവൽ എപ്പോഴാണ്? ഇൻ എ കോമ്പൗണ്ട്. ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ വേറെ ആരെങ്കിലും വരുമ്പോൾ എല്ലാ ഗ്രൂപ്പ് 1 എലമെൻറ്റുകളുടെയും ഓക്സിഡേഷൻ നമ്പർ +1 ആണ്. അറിയാവുന്നവർ പെട്ടെന്ന് സ്കിപ്പ് ചെയ്ത് പോവുക, അറിയാത്തവർ വൃത്തിയായിട്ട് നോട്ട് ചെയ്ത് പഠിച്ചിട്ട് മുന്നോട്ട് പോവുക.
ഗ്രൂപ്പ് 1 എലമെൻറ്റ് ഒരു കോമ്പൗണ്ടിൽ +1 കാണിക്കുകയാണെങ്കിൽ ഗ്രൂപ്പ് 2 എലമെൻറ്റ് +2 ആണ് കാണിക്കണേ. ഫോർ എക്സാമ്പിൾ ബെറിലിയം, മഗ്നീഷ്യം, കാൽസ്യം ഇവരൊക്കെയാണ് സാധാരണ കാണുന്ന ഗ്രൂപ്പ് 2 എലമെൻറ്റ്. അവരൊക്കെ ഒരു കോമ്പൗണ്ട് ഫോം ചെയ്താൽ അവിടെയൊക്കെ ഓക്സിഡേഷൻ നമ്പർ +2 ആയിരിക്കും. ഇപ്പോൾ കാൽസ്യം ഓക്സൈഡിൽ കാൽസ്യം ഉണ്ട്, +2 ആണ്. കാൽസ്യം കാർബണേറ്റിലെ കാൽസ്യം +2 ആണ്. മഗ്നീഷ്യം സൾഫേറ്റിലെ മഗ്നീഷ്യം +2 ആണ്. കാരണം അവരൊക്കെ ഗ്രൂപ്പ് 2 എലമെൻ്റ് ആണ്. ഇനി ഹൈഡ്രജൻ ഇല്ലേ മോനെ, ഹൈഡ്രജൻ ജനറലി +1 ആണ് കാണിക്കുക എന്നതാണ് റൂൾ നമ്പർ 5. ജനറലി എന്നാണ് ഞാൻ പറഞ്ഞത്, സാധാരണ +1 ആണ്. അപ്പോൾ സാധാരണ +1 ആണെന്ന് പറയുമ്പോൾ അസാധാരണമായി +1 അല്ലാത്തതും വരാമെന്ന് അവിടെ അർത്ഥമുണ്ടല്ലോ. ഇതാ H2O ഹൈഡ്രജൻ +1 ആണ്, CH4 +1 ആണ്, NH3 +1 ആണ്, H2SO4 +1 ആണ്. ഹൈഡ്രജൻ സാധാരണ കാണിക്കാറുള്ളത് +1 ആണെങ്കിലും ചിലയിടത്ത് -1 കാണിക്കുന്നുണ്ട്. അത് എക്സെപ്ഷനായിട്ട് നോട്ട് ചെയ്ത് വെച്ചോളണം. എക്സെപ്ഷനായിട്ട് എവിടെയാണ് -1 കാണിക്കണമെന്ന് അറിയോ? ഇൻ മെറ്റൽ ഹൈഡ്രൈഡ്. മെറ്റൽ ഹൈഡ്രൈഡ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഹൈഡ്രജൻ്റെ കൂടെ ഗ്രൂപ്പ് 1 ഓർ ഗ്രൂപ്പ് 2 എലമെൻറ്റ് വരലാണ്. ഗ്രൂപ്പ് 1 ഓർ ഗ്രൂപ്പ് 2 എലമെൻറ്റ് അല്ലാത്തത് വന്നാലും മെറ്റൽ ഹൈഡ്രൈഡ് ഉണ്ട്. നിങ്ങൾക്കിപ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലുള്ള ഒരു മെത്തേഡാണ് ഞാൻ പറഞ്ഞു തരുന്നത്, അങ്ങനെ ഓർത്താൽ മതി. ഗ്രൂപ്പ് 1 എലമെൻറ്റിൻ്റെ കൂടെയോ ഗ്രൂപ്പ് 2 എലമെൻറ്റിൻ്റെ കൂടെയോ ഹൈഡ്രജൻ വന്നാൽ ആ ഹൈഡ്രജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അവിടെ -1 ആയിരിക്കും. അതിൻ്റെ കാരണം എന്താണ്? സിമ്പിൾ, അങ്ങോട്ട് നോക്കിയേ, LiH. ഈ ലിഥിയം ഒരു ഗ്രൂപ്പ് 1 എലമെൻ്റ് അല്ലേ മോനെ? സോ അയാളുടെ ഓക്സിഡേഷൻ നമ്പർ +1 ആയിരിക്കുമെന്ന് നമ്മൾ റൂൾ നമ്പർ 3 പഠിച്ചില്ലേ? ഗ്രൂപ്പ് 1 എലമെൻറ്റിൻ്റെ ഓക്സിഡേഷൻ നമ്പർ +1കളാണ്. സോ അത് +1 ആയേ പറ്റൂ. അപ്പോൾ പിന്നെ ടോട്ടൽ ഓക്സിഡേഷൻ നമ്പർ 0 ആവണമെങ്കിൽ ഈ ഹൈഡ്രജൻ്റെ ഓക്സിഡേഷൻ നമ്പർ -1 ആയല്ലേടാ പറ്റും. ശരിയല്ലേ? അപ്പോഴല്ലേ ടോട്ടൽ 0 ആവുക. ടോട്ടൽ 0 ആവുക എന്നുള്ളത് അടുത്ത റൂൾ വരാനിരിക്കുന്ന റൂളാണ്. ടോട്ടൽ 0 ആവണം. സോ ലിഥിയം +1 ആകുമ്പോൾ ഹൈഡ്രജനും +1 ആവാൻ പറ്റില്ല. ഇവിടെ കാൽസ്യം ഹൈഡ്രൈഡ് ആകുമ്പോഴോ കാൽസ്യത്തിൻ്റേത് +2 ആണ്. അപ്പോൾ ടോട്ടൽ അപ്പുറത്ത് ടോട്ടൽ 0 ആവാൻ -2 ആവണം. ആ -2 ചാർജ് ഉണ്ടാക്കാൻ ഇവിടെ 2 ഹൈഡ്രജൻ ഉണ്ട് അല്ലേ? 2 ഹൈഡ്രജനും കൂടി -2 ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഒരു ഹൈഡ്രജൻ എത്ര ഉണ്ടാക്കണം? -1 ആണ് അയാളുടെ ഓക്സിഡേഷൻ നമ്പർ. അപ്പോൾ ടോട്ടൽ എത്രയായി? +2 × 1 +2, -1 × 2 -2, ടോട്ടൽ 0 ആയി. അപ്പോൾ മെറ്റൽ ഹൈഡ്രൈഡുകളിൽ ഹൈഡ്രജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -1 ആയിരിക്കുമെന്നാണ് അവിടെ നിങ്ങൾ ഓർക്കേണ്ട എക്സെപ്ഷൻ. മോനെ, ഓക്സിജൻ ഇല്ലേ കുഞ്ഞെ, ഓക്സിജൻ്റെ ഓക്സിഡേഷൻ നമ്പർ ജനറലി -2 ആണ്. ജനറലി -2 എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കണം ജനറൽ അല്ലാത്ത കുറച്ച് സിറ്റുവേഷൻസ് ഉണ്ടെന്ന്. ഇപ്പോൾ ജനറലി കാണപ്പെടുന്ന നമ്മുടെ വാട്ടർ, H2SO4, കാർബൺ ഡൈ ഓക്സൈഡ് ഇവിടെയൊക്കെ -2 ആണ്, കുഴപ്പമൊന്നുമില്ലല്ലോ. എന്നാൽ ഓക്സിജന് -2 അല്ലാതെ -1 വരുന്ന ഒരു സ്ഥലമാണ് പെറോക്സൈഡ്. ഏതാടാ? പെറോക്സൈഡ്സ്. ഇൻ പെറോക്സൈഡ്സ് ഫോർ എക്സാമ്പിൾ ഹൈഡ്രജൻ പെറോക്സൈഡ്, സോഡിയം പെറോക്സൈഡ്, അവിടെയൊക്കെ ഓക്സിജൻ -1 ആണ്. അപ്പോൾ എന്താ കാര്യം? ഹൈഡ്രജൻ്റേത് +1 ആണല്ലോ. അപ്പോൾ +1 × 2 +2. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ടോട്ടൽ 0 ആവണമെങ്കിൽ ഇവിടെ -1 ആവണമല്ലോ. -1 × 2 -2. അപ്പോൾ +1 × 2 -1 × 2 ടോട്ടൽ 0. സോഡിയം +1 ആണ് ഓൾവേസ്. സോ ഓക്സിജൻ -1 ആവണം. അപ്പോഴാണ് +1 × 2 -1 × 2 ടോട്ടൽ 0 ആവുക. അപ്പോൾ പെറോക്സൈഡുകളിലെല്ലാം ഓക്സിജൻ്റെ ഓക്സിഡേഷൻ നമ്പർ -1 ആണ്. മറ്റൊരു എക്സെപ്ഷൻ കൂടി ഓക്സിജൻ ഉണ്ട്, വിത്ത് ഫ്ലൂറിൻ. ഫ്ലൂറിൻ്റെ കൂടെ വരുമ്പോൾ ഓക്സിജന് ഈ എന്തില്ല, ശാഠ്യങ്ങളോ കുറുമ്പുകളോ ഒന്നുമില്ല. ഫ്ലൂറിൻ പറയും പോലെ നിന്ന് കൊടുക്കും. എടാ കേൾക്കടാ, ഫ്ലൂറിൻ്റെ കൂടെ ഓക്സിജൻ 2 കോമ്പൗണ്ട് ഈ ദുനിയാവിൽ ഉണ്ടാക്കുന്നുള്ളൂ. ഒന്ന് O2F2, മറ്റൊന്ന് OF2. ഇവിടുത്തെ ഒരു വിശേഷം ഞാൻ പറഞ്ഞുതരാം, അത് കേട്ടാൽ പിന്നെ ബാക്കിയൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഫ്ലൂറിൻ ഈസ് ഓൾവേസ് -1. ഫ്ലൂറിൻ -1 വിട്ടിട്ടൊരു കളിയില്ല. അപ്പോൾ നോക്കിയേ, ഇവിടെ ഫ്ലൂറിൻ ഉണ്ട്, -1 ചാർജ് ഉണ്ടാവും. 2 ഫ്ലൂറിൻ വരുമ്പോൾ -2 എന്നാകും. അതിനെ ന്യൂട്രലൈസ് ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു ഓക്സിജൻ്റെ ചാർജ് -1 ആവണം, +1 ആവണം. അപ്പോഴല്ലേ ടോട്ടൽ 0 ആവുക. +1 × 2 +2, -1 × 2 -2, ടോട്ടൽ 0 ആയി. കളി മനസ്സിലായില്ലേ? അടുത്തൊരു കോമ്പൗണ്ട് OF2 ആണ്. ഓക്സിജൻ ഫ്ലൂറിൻ ഓൾവേസ് -1, -1 × 2 -2. അതിനെ ന്യൂട്രലൈസ് ചെയ്യണമെങ്കിൽ ഓക്സിജൻ ഒരാൾ തന്നെ +2 ആയേ പറ്റൂ. ഇവിടെ ഒരു ഓക്സിജനേ ഉള്ളൂ, അതുകൊണ്ടാണ് അത് +2 ആയത്. ഇവിടെ 2 ഓക്സിജൻ ഉണ്ട്, അപ്പോൾ അതിന് ഈക്വലായിട്ട് അവർ ഷെയർ ചെയ്തതുകൊണ്ടാണ് +1 ആയത്. അപ്പോൾ പഠിച്ചു വെച്ചോ, റൂൾ നമ്പർ 6 ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്സിജൻ്റെ ഓക്സിഡേഷൻ നമ്പർ ഈസ് ജനറലി -2, പക്ഷേ പെറോക്സൈഡുകളിൽ അത് -1 ആവാം. ഫ്ലൂറിൻ്റെ കൂടെ അത് പോസിറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റും ആവാം. ഇതാണ് എക്സെപ്ഷൻ. ഇനി റൂൾ നമ്പർ 7ഉം 8ഉം ഇമ്പോർട്ടൻ്റ് ആണ്, സിമ്പിളാണ്. എടാ, സം ഓഫ് ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഓൾ എലിമെൻറ്റ്സ് ഇൻ എ ന്യൂട്രൽ കോമ്പൗണ്ട്. ഒരു ന്യൂട്രൽ കോമ്പൗണ്ടിലെ എല്ലാ എലമെൻറ്റുകളുടെയും ഓക്സിഡേഷൻ നമ്പർ കൂട്ടി നോക്കിയാൽ ടോട്ടൽ 0 ആയിരിക്കുന്നു. സത്യമാണല്ലോ, നമ്മളിപ്പോൾ ഇത്ര നേരം അങ്ങനെ തന്നെയാണല്ലോ ചെയ്തത്. അപ്പോൾ അതിന് നമുക്കൊരു കാര്യം തിരിച്ചിങ്ങനെ എഴുതാൻ പറ്റും. എടാ, ഫോർ എക്സാമ്പിൾ കാർബൺ ഡൈ ഓക്സൈഡ് ആണെന്ന് വിചാരിച്ചോട്ടാ. കാർബൺ ഡൈ ഓക്സൈഡ് ഇവിടെ ഇപ്പോൾ ഓക്സിജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -2 ആണെന്ന് നമുക്കറിയാം. കാർബണിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അറിയില്ല, അപ്പോൾ ഞാൻ അതിനെ X എന്ന് പേര് വിളിച്ചു.
ഇനി എന്താ ചെയ്യുക, ഇത് മൊത്തത്തിലാണ് കൂട്ടി നോക്കിയിട്ട് 0 എന്ന് ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും, കാർബണിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കിട്ടും. അപ്പോൾ കാർബണിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എക്സ്, ഓക്സിജൻ്റേത് -2 × 2 -4, ടോട്ടൽ വിൽ ബി ഈക്വൽ ടു 0, സെൻ എക്സ് ഇസ് ഈക്വൽ ടു +4. അപ്പോൾ ഈ ഒരു റൂളിൽ നിന്ന് അൺനോൺ ആയിട്ടുള്ള ഓക്സിഡേഷൻ നമ്പറുകൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ നമുക്ക് പറ്റും എന്നതാണ് ഈ റൂളിൻ്റെ അഡ്വാൻറ്റേജ്. ഇപ്പോൾ H2SO4ൽ ഹൈഡ്രജൻ +1 ആണെന്ന് നമുക്കറിയാം, ഹൈഡ്രജൻ +1 ആണ്. ഓക്സിജൻ -2 ആണെന്ന് അറിയാം, സൾഫർ നമുക്കറിയില്ല, അപ്പോൾ അത് എക്സ് നിർത്താൽ മതി. എന്നിട്ട് എന്താ ചെയ്യുക, +1 × 2 +2, സൾഫർ എത്ര എക്സ്, ഓക്സിജൻ എത്ര -2 × 4 -8, ടോട്ടൽ ഈസ് ഈക്വൽ ടു 0, എക്സ് -6 ഈസ് ഈക്വൽ ടു 0, എക്സ് ഈസ് ഈക്വൽ ടു +6. സൾഫറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടെത്താൻ പറ്റി. KMnO4 പൊട്ടാസ്യം ഗ്രൂപ്പ് 1 എലമെൻറ്റാ, +1 ആയേ പറ്റൂ. ഓക്സിജൻ -2, മാംഗനീസ് അറിയില്ല എക്സ്, അപ്പോൾ +1 + x - 8 ഈസ് ഈക്വൽ ടു 0, x - 7 ഈസ് ഈക്വൽ ടു 0, എക്സ് ഈസ് ഈക്വൽ ടു +7. കളി മനസ്സിലായില്ലേ? നോക്കിയേ, Mg2P2O7 മഗ്നീഷ്യം ഗ്രൂപ്പ് 2 എലമെൻറ്റ് +2, ഫോസ്ഫറസ് അറിയില്ല എക്സ് എടുത്തു, ഓക്സിജൻ അറിയാം -2, ടോട്ടൽ കൂട്ടുക +2 × 2 +4 x × 2, അവിടെ 2 ചെയ്യാൻ മറക്കരുത്, അതിനാണ് ഈ എക്സാമ്പിൾ തന്നത്. 2x എടുക്കണം അല്ലേ, അപ്പോഴല്ലേ ടോട്ടൽ ആവുക. -2 × 7 -14, ടോട്ടൽ വിൽ ബി ഈക്വൽ ടു 0, 2x - 10 വിൽ ബി ഈക്വൽ ടു 0, സോ 2x ഈസ് ഈക്വൽ ടു +10, സോ എക്സ് ഇസ് ഈക്വൽ ടു ഫൈനലി ഇങ്ങോട്ടാണ് എത്തേണ്ടത് +5 എന്നെത്തും. ഫോസ്ഫറസിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +5. അപ്പോൾ അങ്ങനെ ഡിഫറെൻറ്റ് കോമ്പൗണ്ടുകളിലെ അറിയാത്ത എലമെൻറ്റുകളുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണാൻ റൂൾ നമ്പർ 7ഉം 8ഉം നമ്മളെ സഹായിക്കും. 8 എങ്ങനെയാണ്, സം ഓഫ് ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഓൾ എലമെൻറ്റ്സ് ഇൻ എ ചാർജ്ഡ് മോളിക്യൂൾ. നേരത്തെ എന്തായിരുന്നു, ന്യൂട്രൽ മോളിക്യൂൾ, ഇവിടെ ചാർജ്ഡ് മോളിക്യൂളാണ്. അപ്പോൾ ചാർജ്ഡ് മോളിക്യൂൾ ആകുമ്പോൾ എന്താ വ്യത്യാസം, ന്യൂട്രൽ ആകുമ്പോൾ 0 ആണെങ്കിൽ ചാർജ്ഡ് മോളിക്യൂൾ ആകുമ്പോൾ ഈസ് ഈക്വൽ ടു ഇറ്റ്സ് ചാർജ്. അത് ടോട്ടൽ ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതുന്നതിന് പകരം അതിൻ്റെ ചാർജ് എത്രയാണോ അത് എഴുതാം. ഇപ്പോൾ ഇവിടെ നോക്കിയേടാ, നൈട്രജൻ്റേത് അറിയില്ല എക്സ്, ഹൈഡ്രജൻ്റേത് അറിയാം +1. അപ്പോൾ എങ്ങനെ നമ്മൾ എടുക്കുക, ടോട്ടൽ നൈട്രജൻ്റെ എക്സ് +1 × 4 +4, ദി ടോട്ടൽ വിൽ ബി ഈക്വൽ ടു 0 കൊടുക്കുന്നതിന് പകരം ഇയാളുടെ ചാർജ് കൊടുക്കണമെന്ന്. ഇവിടെ എത്രയാണ് ചാർജ്, +1, സോ എക്സ് ഇസ് ഈക്വൽ ടു +1 - 4, സോ ദി ആൻസർ ഈസ് -3. മനസ്സിലായില്ലേ? ഇത് അടുത്ത് നോക്കിയാൽ സൾഫർ നമുക്കറിയില്ല എക്സ് എടുത്തു, സോ ഓക്സിജൻ അറിയാം -2, എക്സ് -8 -2 × 4, ദി ടോട്ടൽ ഈസ് ഈക്വൽ ടു -2, എക്സ് ഇസ് ഈക്വൽ ടു -2 + 8, സോ ദി ആൻസർ ഈസ് +6. സിമ്പിൾ അല്ലേടാ. അടുത്ത നോക്കിയാടാ, ക്രോമിയം നമുക്കറിയില്ല എക്സ് എന്ന് എടുക്കുക, 2 ക്രോമിയം ഉണ്ട്, സോ 2x. ഓക്സിജൻ നമുക്കറിയാം -2, 7 ഓക്സിജൻ ഉണ്ട്, -14, ദി ടോട്ടൽ വിൽ ബി ഈക്വൽ ടു -2, ചാർജിന് ഈക്വൽ ആയിരിക്കും. സോ 2x is equal to -2 + 14, that is equal to +12, so x is equal to +6. ഇങ്ങനെ ഏത് എലമെൻറ്റിൻ്റെയും അറിയാത്ത ഓക്സിഡേഷൻ നമ്പർ നമുക്ക് കണ്ടെത്താൻ പറ്റും. ഈ മനുഷ്യനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. CM അക്കാഡമി എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിലെ കെമിസ്ട്രി അധ്യാപകനാണ്. അവർ ഒരു 1 ഇയറിലെ ഓൺലൈൻ എൻട്രൻസ് ഓറിയൻറ്റഡ് +2 സയൻസ് ട്യൂഷൻ അറേഞ്ച് ചെയ്യുന്നുണ്ട്. 1 മിനിറ്റ്, ഇനി ഞാൻ മാർക്കറ്റിംഗ് ആണ്, ശരിക്കും ശ്രദ്ധിച്ച് കേട്ടോ. നിങ്ങൾ +2 പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിട്ട് ഞങ്ങൾ പഠിപ്പിച്ചു തരും. കേരളത്തിൽ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നാലും ഞങ്ങൾ തരുന്നതിൻ്റെ അത്ര ആവില്ല. കാരണം ഞങ്ങൾ ലിമിറ്റഡ് നമ്പർ ഓഫ് സീറ്റുകളിലേക്ക് അഡ്മിഷൻ എടുത്ത് കംപ്ലീറ്റ് മോണിറ്റർ ചെയ്ത് ഞങ്ങളുടെ മെൻറ്റർഷിപ്പിലൂടെ നിങ്ങൾക്ക് കൃത്യമായി എക്സാമിലേക്ക് എത്താൻ പറ്റും. ഒരു ഡിസംബർ ആകുമ്പോഴേക്കും നിങ്ങളുടെ സബ്ജക്റ്റ് ക്ലാസ്സുകളൊക്കെ തീർന്ന് സെറ്റാക്കിയിട്ടുണ്ടാവും. അപ്പോൾ ലൈവ് സെഷൻസും പിന്നെ റെക്കോർഡഡ് വീഡിയോസുമായിട്ട് നമ്മുടെ ക്ലാസ്സുകൾ ഏപ്രിൽ 10 സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ മുമ്പ് ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഓൺലൈൻ ക്ലാസ് കൊടുത്തിട്ടുണ്ട്. +2 1200 വിദ്യാർത്ഥികൾ പഠിച്ചതിൽ 770 പേര് ഫുൾ A+ ആയിരുന്നു. 770 പേര് ഫുൾ A+ ആയിരുന്നു. അതിൽ 24 ആൾ ഫുൾ മാർക്കുമായിരുന്നു മക്കളെ. ഫുൾ മാർക്ക് 1200-ൽ 1200 മാർക്ക്. ഈ ഫുൾ മാർക്ക് 24 ആളുള്ളൂ എന്ന് ചോദിച്ചു നാളിപ്പോൾ ഒരാൾ. ഞാനിങ്ങനെ ഇതിൻ്റെ വിഷയമൊക്കെ പറഞ്ഞപ്പോൾ 24 ഉള്ളൂ, 1200-ൽ 24 ഉള്ളൂ. എടാ, കേരളത്തിൽ 140 to 180 ആ ഒരു റേഞ്ചിലൊക്കെയാണ് ഫുൾ മാർക്ക് ഉണ്ടാവാറ്. അതിൽ 24 ആൾ നമ്മുടെ ഓൺലൈൻ സ്റ്റുഡൻസാണ്. നിങ്ങളെ ഞങ്ങൾ പഠിപ്പിക്കും. അതിന് ഒരുപാട് ചിലവൊന്നുമില്ല. നിങ്ങൾ ഹൈപ്പ് കണ്ടിട്ട് പല എൻട്രൻസ് കോച്ചിങ് സെൻറ്ററുകളിലേക്കും പോയി പെടാൻ നിൽക്കേണ്ട. ഒരു മാസം 399 രൂപ മാത്രമേ വരുള്ളൂ. അതൊന്നും താങ്ങാൻ പറ്റാത്ത ആൾക്കാർ നമുക്കിടയിലില്ല. അതുകൊണ്ട് വൃത്തിയായിട്ട് കൊടുത്തത് മുതലായി തോന്നും വിധത്തിൽ ഞങ്ങൾ കാര്യങ്ങൾ ചെയ്തു തരും. ആവശ്യക്കാർ കോൺടാക്ട് ചെയ്തു. എടാ, ഇങ്ങോട്ട് നോക്കിക്കേ. സോഡിയം ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0 ആണ്. ക്ലോറിനും ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0 ആണ്. ഈ റിയാക്ഷൻ കഴിയുമ്പോൾ NaCl ആകുമ്പോൾ സോഡിയത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +1 ആകും. കാരണം അത് കോമ്പൗണ്ടായി. അപ്പോൾ ഗ്രൂപ്പ് 1 എലമെൻറ്റ് +1. സോ ഓട്ടോമാറ്റിക്കലി ക്ലോറിൻ -1 ആവണം അല്ലേ? അപ്പോഴല്ലേ ടോട്ടൽ 0 ആവുക. ഇനി നിങ്ങൾ പറ,
റിയാക്ഷൻ നടക്കുമ്പോൾ സോഡിയത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ 0-ൽ നിന്ന് +1 എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ചെയ്തു എന്നല്ല അർത്ഥം. ഇൻക്രീസ് ചെയ്താൽ ദാറ്റ് ഈസ് ഓക്സിഡേഷൻ. പക്ഷേ ക്ലോറിൻ്റേത് 0-ൽ നിന്ന് -1 ആയി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് റിഡക്ഷൻ, കുറഞ്ഞു. ഓക്സിഡേഷൻ നടന്നത് ആരാണോ അവനാണ് റെഡ്യൂസിങ് ഏജൻറ്റ്. റെഡ്യൂസിങ് ഏജൻറ്റ് ആരാ? സോഡിയം. റിഡക്ഷൻ നടന്നത് ആരാണോ അവനാണ് ഓക്സിഡൈസിങ് ഏജൻറ്റ്. സോ ഓക്സിഡൈസിങ് ഏജൻറ്റ് ആരാ, റെഡ്യൂസിങ് ഏജൻറ്റ് ആരാന്ന് കൂടി അവിടെ പറയാൻ അറിയണം. ഓക്സിഡൻറ്റ്, റിഡക്റ്റൻറ്റ് എന്നും ഇവരെ പേര് പറയും. ഓക്സിഡൈസിങ് ഏജൻറ്റിനെ ഓക്സിഡൻറ്റ് എന്നും പേര് പറയും. മോനെ, ഈ റിയാക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. താഴെ പറയുന്ന റിയാക്ഷൻസിൽ ഏതാണ് റിഡോക്സ് റിയാക്ഷൻ അല്ലാത്തത് എന്ന് ചോദിക്കാറുണ്ട്. അതിൽ മിക്കവാറും ഇയാളായിരിക്കും ആൻസർ ആവുക. നോക്കിക്കോട്ടോ, കാൽസ്യത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2 ആണ്. കാർബൺ നമുക്കറിയില്ല, എക്സ് എന്ന് എടുത്തു. ഓക്സിജൻ്റേത് -2 ആണ്. നമുക്ക് ഇവിടുന്ന് കാർബൺ കണ്ടെത്താം. +2 + x - 6 = 0. സോ x - 4 = 0, x = +4. അപ്പോൾ ഇവിടെ കാർബണിൻ്റേത് +4 എന്ന് കിട്ടി. കാൽസ്യം ഓക്സൈഡിലെ കാൽസ്യം +2 ആണ്, ഓക്സിജൻ -2 ആണ്. ഇയാൾ ഗ്രൂപ്പ് 2 ആണ്, ഇയാൾ ഓക്സിജൻ നേരത്തെ പറഞ്ഞതാണ്. കാർബൺ ഡൈ ഓക്സൈഡിൽ ഓക്സിജൻ -2 ആണ്, കാർബൺ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് -2 × 2 -4. അതിനെ ന്യൂട്രലൈസ് ചെയ്യണമെങ്കിൽ കാർബൺ +4 ആവണം. നിങ്ങൾ നോക്കിക്കേടാ, കാൽസ്യത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ +2-ൽ നിന്ന് +2 ആയി. വല്ല മാറ്റവും ഉണ്ടോ? ഇല്ല. കാർബണിൻ്റെ ഓക്സിഡേഷൻ നമ്പർ +4 നിന്ന് +4 ആയി. ഒരു മാറ്റവും ഇല്ല. ഓക്സിജൻ്റെ ഓക്സിഡേഷൻ നമ്പർ -2-ൽ നിന്ന് -2 ആയി. ഒരു മാറ്റവും ഇല്ല. There is no oxidation and reduction. That's why this reaction is not a redox reaction. പഠിച്ചു വെച്ചോ, ഈ റിയാക്ഷൻ ഒരു റിഡോക്സ് റിയാക്ഷൻ അല്ല. താഴെ പറയുന്നതിൽ ഏതാണ് റിഡോക്സ് റിയാക്ഷൻ അല്ലാത്തത് എന്നുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനിൽ മിക്കവാറും ഈ റിയാക്ഷൻ ആയിരിക്കും ആൻസർ ഉണ്ടാവുക. സ്റ്റോക്ക് നൊട്ടേഷൻ ഒന്നുമില്ല, CuCl2 നോക്കിക്കോട്ടോടാ. ക്ലോറിൻ -1 അല്ലേ ചാർജ്, 2 ക്ലോറിൻ -2, അപ്പോൾ കോപ്പർ എത്ര? +2. അപ്പോൾ ഇതിൽ ഈ പോസിറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉണ്ടാവുന്ന ആൾക്കാരാണ് ജനറലി മെറ്റൽ. ആ മെറ്റലിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അതിൻ്റെ കൂടെ തന്നെ റോമൻ നമ്പറിൽ റെപ്രസെൻ്റ് ചെയ്യുന്ന രീതിയാണ് സ്റ്റോക്ക് നൊട്ടേഷൻ. കാണിച്ചു തരാം. അപ്പോൾ എങ്ങനെ എഴുതാറ്? സ്റ്റോക്ക് നൊട്ടേഷനിൽ കോപ്പർ എന്ന് എഴുതുക, എന്നിട്ട് 2 എന്ന് എഴുതുക, Cl2 എന്ന് എഴുതുക. സിമ്പിൾ. കാരണം എന്താ? കോപ്പറിൻ്റെ ഓക്സിഡേഷൻ നമ്പർ 2 അത് അവിടെ മെൻഷൻ ചെയ്തു. ഇവിടെ ക്ലോറിൻ -1 3 -3, അപ്പോൾ Fe+3 എന്നാണ് ഉണ്ടാവുക. സോ Fe3Cl3. സിമ്പിൾ. ദ ടിന്ന് SnCl4, ക്ലോറിൻ -4, ടോട്ടൽ ഇത് +4 എന്നുണ്ടാവും. അപ്പോൾ Sn പറഞ്ഞോ 4Cl4. എത്ര എളുപ്പമുണ്ട്. ഇങ്ങനെ എഴുതുന്നതിൻ്റെ പേരാണ് എന്ത്? സ്റ്റോക്ക് നൊട്ടേഷൻ. എടാ, ടൈപ്സ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ 3 മാർക്കിന് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അതിൽ തന്നെ ഏറ്റവും അവസാനത്തവൻ ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ മാത്രമായിട്ട് 2 മാർക്കിനും ചോദിക്കാറുണ്ട്. അപ്പോൾ ടൈപ്പ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ ഏതൊക്കെയാണെന്നുള്ള പേര് ആദ്യം ഒന്ന് പഠിച്ചു വെച്ചേ. കോമ്പിനേഷൻ, ഡീകമ്പോസിഷൻ, ഡിസ്പ്ലേസ്മെൻറ്റ്, ഡിസ്പ്രൊപ്പോർഷനേഷൻ. പഠിച്ചേ. കോമ്പിനേഷൻ, ഡീകമ്പോസിഷൻ, ഡിസ്പ്ലേസ്മെൻറ്റ്, ഡിസ്പ്രൊപ്പോർഷനേഷൻ. ആദ്യത്തെ 3 ഭയങ്കര സിമ്പിളാണ്. കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? 2 ആൾ കൂടി ചേർന്ന് ഒരാളാവുക. ഇതാ കോമ്പിനേഷൻ, 2 ആൾ കൂടി ചേർന്ന് ഒരാളാവുക. വേറൊരു എക്സാമ്പിളാണ് കാർബൺ ഓക്സിജൻ കൂടി ചേർന്ന് കാർബൺ ഡൈ ഓക്സൈഡായി, നൈട്രജനും ഹൈഡ്രജനും കൂടി ചേർന്ന് അമോണിയായി. ഇങ്ങനെ കോമ്പിനേഷൻ വാക്കിൽ തന്നെ ഉണ്ടല്ലോ. 2 ആൾ കൂടി ചേർന്ന് ഒരാളാവുക. ഡീകമ്പോസിഷൻ ആകുമ്പോഴോ ഒരാൾ വിട്ട് പിരിഞ്ഞ് 2ഓ അതിലധികമോ ആൾക്കാരാവുക. ഇപ്പോൾ KClO3യുടെ ഡീകമ്പോസിഷനാണ് KCl+3O2. മര്യാദക്ക് ഒരുമിച്ച് ജീവിച്ചുകൊണ്ടിരുന്നവരാണ്, വെറുതെ ചൂടാക്കിയപ്പോൾ ഇങ്ങനെ ആയി മാറി. എന്ന പോലെ വാട്ടറിന് ഡീകമ്പോസ് ചെയ്താൽ ഹൈഡ്രജൻ ഓക്സിജൻ. ഈ വിട്ടുപിരിയൽ പരിപാടിയാണ് ഡീകമ്പോസിഷൻ റിയാക്ഷൻ. മൂന്നാമത്തത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, സ്ഥലം മാറ്റൽ. മര്യാദക്ക് ഇങ്ങനെ നിൽക്കായിരുന്നു ഒരാൾ, അപ്പോൾ വേറൊരാൾ ഇങ്ങനെ വന്നപ്പോൾ മറ്റവനെ പഴയവനെ അങ്ങോട്ട് തേച്ചു. ആദ്യ ഒരാളുണ്ടായിരുന്നു, പുതിയ ഒരുത്തനെ കണ്ടപ്പോൾ ഓനേറ്റുമല്ല പഴയവനെ. അതാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. CuSO4ൽ ഈ SO4 ഒരു നാറിയാണ്. എന്തുകൊണ്ട് അറിയോ? ഇത്രയും കാലം കോപ്പറിൻ്റെ കൂടെ ജീവിച്ചിട്ട് പെട്ടെന്നൊരു സുപ്രഭാതം സിങ്കിനെ കണ്ടപ്പോൾ ആ കോപ്പറിനെ മാറ്റിയിട്ട് സിങ്കിനെ ഉണ്ട് അക്സെപ്റ്റ് ചെയ്തു. സോ ZnSO4. ആര്? ശശി. കോപ്പർ ശശി. കോപ്പർ പുറത്തേക്ക് പോണത് കാണാം. ഓക്കെ. എടാ, HClലെ ക്ലോറിനും ഈ പറഞ്ഞ പോലെയാണ്. സിങ്കിനെ കണ്ടപ്പോൾ ആ Hനോട് പോകാൻ പറഞ്ഞു. സിങ്ക് ഇവിടെ വന്നു, H പോയി. 2 H ഇതാ പുറത്തേക്ക് പോകണുണ്ടോ. ഇങ്ങനെ ഒരാൾ വരുമ്പോൾ മറ്റൊരാളെ റീപ്ലേസ് ചെയ്യുന്ന പരിപാടിയാണ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. ഇവിടെ ഈ ഡിസ്പ്ലേസ്മെൻറ്റിൽ പുറത്തേക്ക് പോകുന്ന ആൾ കോപ്പർ അല്ലേടാ. കോപ്പർ ഈസ് എ മെറ്റൽ. ദാറ്റ്സ് വൈ ദിസ് ഈസ് എ മെറ്റൽ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. ഇതൊരു മെറ്റൽ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷനാണ്. ഇവിടെ പുറത്തേക്ക് പോകുന്നത് ഹൈഡ്രജൻ അല്ലേ. ഹൈഡ്രജൻ ഈസ് എ നോൺ മെറ്റൽ. അതുകൊണ്ട് ഇറ്റ് ഈസ് എ നോൺ മെറ്റൽ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ 2 വിധമുണ്ട്, മെറ്റൽ ഡിസ്പ്ലേസ്മെൻറ്റും നോൺ മെറ്റൽ ഡിസ്പ്ലേസ്മെൻറ്റും. 4 ടൈപ്പ് ഓഫ് റിഡോക്സ് റിയാക്ഷനിൽ എന്തായാലും നാളെ പരീക്ഷയ്ക്ക് ഉണ്ടാകുമെന്ന് ഉറപ്പുള്ള ആളാണ് ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ. ഡിസ്പ്രൊപ്പോർഷനേഷൻ എന്താണ്? ഇതാ കേൾക്ക്. ഞാൻ എക്സാമ്പിളിൽ നിന്ന് തുടങ്ങാം. H2O2ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. മോനെ, ഹൈഡ്രജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +1 ആണ്.
ഓക്സിജൻ ഇത് പെറോക്സൈഡാണ്. പെറോക്സൈഡിൽ ഓക്സിജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -1 ആണെന്ന് ഞാൻ എക്സെപ്ഷനായിട്ട് നിനക്ക് പറഞ്ഞു തന്നില്ലേ, -1 ആണ്. ഇവിടെ നോക്കടാ, ഹൈഡ്രജൻ +1 ആണ്, ഓക്സിജൻ ഇവിടെ -2 ആണ്. ഇത് നോർമൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരുന്ന സ്ഥലമാണ്. ഇവിടെ ഹാഫ് ഓക്സിജൻ ഒറ്റയ്ക്ക് നിൽക്കുന്നുണ്ട്. ഓക്സിജൻ ഒറ്റയ്ക്ക് നിന്നാൽ എലമെൻ്ററി സ്റ്റേറ്റിൽ അത് 0 ആണ്. അപ്പോൾ നോക്കിയേടാ, ഇവിടെ 2 ഓക്സിജൻ ഇല്ലേ കുഞ്ഞ്, അതിൽ ഓരോ ഓക്സിജൻ -2 ആയും മാറി, ഓരോ ഓക്സിജൻ 0 ആയും മാറി. അപ്പോൾ നിങ്ങൾ എന്നോടൊന്ന് പറ, ഈ -1 -2 ആകുന്നത്, ഹലോ, -1 -2 ആകുന്നത് കുറയലാണല്ലോ, ദാറ്റ് ഈസ് റിഡക്ഷൻ. -1 0 ആകുന്നത് കൂടലല്ലേ, ദാറ്റ് ഈസ് ഓക്സിഡേഷൻ. അപ്പോൾ ഞാൻ നിന്നോട് ചോദിക്കുകയാണ്, ഇവിടെ ഓക്സിഡേഷൻ നടന്നതായിരിക്കാം ഓക്സിജന്, റിഡക്ഷൻ നടന്നതായിരിക്കാം ഓക്സിജന്. രണ്ടും നടക്കുന്നത് ഒരേ ആറ്റത്തിനാണെങ്കിൽ സച്ച് ടൈപ്പ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ ഈസ് കോൾഡ് ഡിസ്പ്രപ്പോർഷനേഷൻ. ഇംഗ്ലീഷ് വായിച്ച് നോക്കിയേ, റിയാക്ഷൻ ഇൻ വിച്ച് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ ടേക്ക് പ്ലേസ് ഫോർ സെയിം എലമെൻറ്റ്. ഒരേ എലമെൻറ്റിനാണ് നടക്കണമെന്നുണ്ടെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ 2 എക്സാമ്പിൾസാണ് ഞാൻ ഈ തരണേ. ഇത് കാണാതെ പഠിച്ചേ പറ്റൂ. P4 4 ഫോസ്ഫറസ് ഉണ്ട്, 0. ബാക്കിയുള്ള ആൾക്കാരൊന്നും ഞാൻ ഓക്സിഡേഷൻ നമ്പർ എഴുതുന്നില്ല, കാര്യം അവർക്കൊന്നും ചേഞ്ച് വരില്ല. ചേഞ്ച് വരുന്ന ആൾ ഫോസ്ഫറസാണ്, കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ pH3 എന്നല്ലേടാ, ഹൈഡ്രജൻ +1 ആണെന്ന് നിങ്ങൾക്കറിയില്ലേ, 3 ഹൈഡ്രജൻ +3, സോ ദിസ് ഈസ് -3. ഇവിടെ നോക്കടാ, ഹൈഡ്രജൻ +1 ആണ്, ഫോസ്ഫറസ് അറിയില്ല, X എന്നെടുത്തേക്ക്, ഓക്സിജൻ -2 ആണ്. ഇനി ഒന്ന് കൂട്ടി വയ്ക്കേടാ, ടോട്ടൽ ചാർജ് -1 ആണ് കേട്ടോ, കാര്യം H2PO4 H2PO2- എന്നാണ് അതിൻ്റെ സിമ്പിൾ വരണേ. സോ ഒന്ന് കൂട്ടി വയ്ക്കേടാ, +1 × 2 +2, ഫോസ്ഫറസ് +X, ഓക്സിജൻ -2 × 2 -4, ദിസ് സം ഈസ് ഈക്വൽ ടു -1. സം ഈസ് ഈക്വൽ ടു 0 അല്ല, -1, ബിക്കോസ് ഇറ്റ് ഹാസ് എ നെഗറ്റീവ് ചാർജ്. സോ X -2 ഈസ് ഈക്വൽ ടു -1, X ഈസ് ഈക്വൽ ടു -2 അപ്പുറത്തേക്ക് പോയപ്പോൾ +2 എന്നായി, അതും -1 കൂടി ചേർന്നപ്പോൾ +1 എന്നായി. സോ ഇവിടെ +1 ആണ് ആര്, ഫോസ്ഫറസിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. കുഞ്ഞെ ചിന്തിക്ക്, ഇവിടെ നോക്കടാ, ഫോസ്ഫറസ് ഇവിടുത്തെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്ര, 0. അത് 2 രൂപത്തിലുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയി മാറുന്നു, -3 ആയി മാറുന്നുണ്ട്, +1 ആയി മാറുന്നുണ്ട്. 0 -3 ആകുമ്പോൾ കുറയുന്നു, ദാറ്റ് ഈസ് റിഡക്ഷൻ. 0 +1 ആകുമ്പോൾ കൂടുന്നു, ദാറ്റ് ഈസ് ഓക്സിഡേഷൻ. So oxidation and reduction take place for same element. That's why this is also one of the examples for disproportionation reaction. Got it? എടാ, ഈ 4 ഡിസ്പ്രപ്പോർഷനേഷൻ നടക്കാത്തത് ഏതാണ് എന്ന് NCERT-ൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ആൻസർ പറഞ്ഞുതരാം. ഇവിടെ നോക്കിക്കേടാ, ക്ലോറിൻ നിങ്ങളൊന്ന് ഒറ്റയ്ക്ക് ചെയ്ത് നോക്കിയാൽ മതി. ക്ലോറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇവിടെ +1 എന്നാ വരിക, ഇവിടെ ക്ലോറിൻ +3 എന്നാ വരിക, ഇവിടെ ക്ലോറിൻ +5 എന്നാ വരിക. നിങ്ങൾ X എടുത്തിട്ടും ചെയ്ത് നോക്ക്, ഇവിടെ ക്ലോറിൻ +7 എന്നാ പറയുക. ക്ലോറിൻ്റെ മാക്സിമം ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +7 ആണ്. ക്ലോറിന് +7-നേക്കാൾ കൂടുതൽ ഒരു ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ ഇയാൾക്ക് നോക്കിക്കേ, ഇയാൾ ClO4-, ഈ ClO4- എടാ എന്ത് നടക്കും, റിഡക്ഷൻ നടക്കാം. ഇയാൾക്ക് നടക്കാം. കാരണം എന്താ, ഇയാൾ ഇപ്പോൾ ഉള്ളത് മാക്സിമം ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്. താഴേക്ക് എത്ര വേണേലും അയാൾക്ക് സംഭവിക്കാം, +3 +5 ഒക്കെ ആയി മാറാം. പക്ഷേ ഇയാൾക്ക് എന്ത് സംഭവിക്കില്ല, ഓക്സിഡേഷൻ ഒരിക്കലും സംഭവിക്കില്ല. കാരണം എന്താ, ഇനി ഓക്സിഡേഷൻ സംഭവിക്കണമെങ്കിൽ ഇയാളുടെ നിലവിലുള്ള ഓക്സിഡേഷൻ നമ്പറിനേക്കാൾ കൂടുതൽ ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ അല്ലടാ ഓക്സിഡേഷൻ, ഇനിയും കൂടണം. ദാറ്റ്സ് നോട്ട് പോസിബിൾ. കാരണം എന്താ, മാക്സിമം ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ക്ലോറിൻ +7 ആണ്. അപ്പോൾ ClO4- ഇനി എന്തേ പറ്റൂ, റിഡക്ഷനേ പറ്റൂ. എന്ത് പറ്റില്ല, ഓക്സിഡേഷൻ പറ്റില്ല. റിഡക്ഷനും ഓക്സിഡേഷനും സാധിക്കുമെങ്കിലല്ലേ അത് ഡിസ്പ്രപ്പോർഷനേഷൻ ആവുള്ളൂ. സോ ദിസ് മോളിക്യൂൾ കനോട്ട് അണ്ടർഗോ ഓക്സിഡേഷൻ, ദാറ്റ്സ് വൈ ദിസ് മോളിക്യൂൾ കനോട്ട് അണ്ടർഗോ ഡിസ്പ്രപ്പോർഷനേഷൻ. ആൻസർ ഏതാ, ClO4-. എടാ, ബാലൻസിങ് ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾക്കറിയാം. ഒട്ടുമിക്ക കുട്ടികളും സ്കിപ്പ് ചെയ്യുന്ന ടോപ്പിക്കല്ലേ ബാലൻസിങ്. അതുകൊണ്ട് കുറേ ആൾക്കാർക്ക് അത് ആവശ്യമുള്ളത് ഉണ്ടാവുന്നുള്ളതുകൊണ്ട് ഞാനൊരു ചെറിയ 2 വീഡിയോ ആയിട്ട് ബാലൻസിങ് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഞാൻ എന്ത് ചെയ്തിട്ട്, കമൻറ്റിലല്ല ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ദയവേത് അതൊന്നും മറക്കാതെ കാണണേ. എന്താ സാറേ ഇതിൻ്റെ കൂടെ പറഞ്ഞുകൂടായിരുന്നു വെച്ചാൽ, എടാ ആ ഒരു ടോപ്പിക്ക് മാത്രം ആവശ്യമുള്ളവരൊക്കെ ഉണ്ടാവും, അപ്പോൾ അവർക്ക് കിട്ടിക്കോട്ടെ എന്ന് എഴുതിയിട്ടും കൂടിയാണ് അതിൽ ചെറിയൊരു 10 മിനിറ്റിൻ്റെ ചെറിയ 2 വീഡിയോ ആക്കിയത്. മറക്കാതെ ഒന്ന് കണ്ടേക്കണേ. ബാലൻസിങ് ഇമ്പോർട്ടൻ്റ് ആണ്. ഡാനിയൽ സെല്ല് കൂടി ഒന്ന് പഠിച്ചു വെച്ചോ മോനെ. ഡാനിയൽ സെൽ എന്താണ്, ഡാനിയൽ സെല്ല് എടാ സിമ്പിളാണ്. ഈ സെറ്റപ്പ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് +2 ഇലക്ട്രോ കെമിസ്ട്രി എന്നുള്ള ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയണ്ട. നിങ്ങൾ ഡാനിയൽ സെല്ലിൻ്റെ ഫിഗർ വരയ്ക്കാൻ അറിയണം. 2 പാത്രം എടുക്കുക. ഒന്നാമത്തെ പാത്രത്തിൽ സിങ്ക് ZnSO4, രണ്ടാമത്തെ പാത്രത്തിൽ CuSO4. ഈ ZnSO4-ൽ സിങ്ക് മുക്കി വെക്കുക, CuSO4-ൽ കോപ്പർ മുക്കി വെക്കുക. അതേ മെറ്റൽ തന്നെ മുക്കി വെക്കുക. ZnSO4-ൽ സിങ്കും കോപ്പർ സൾഫേറ്റിൽ കോപ്പർ മുക്കി വെക്കുക. എന്നിട്ട് ആ സിങ്കിൽ നിന്ന് കോപ്പറിലേക്ക് ഒരു വയർ പാസ് ചെയ്യുക. പിന്നെ നിങ്ങൾക്കൊക്കെ 8, 9, 10 ക്ലാസ്സുകളിലൊക്കെ പഠിച്ച പോലെ ഒരു സോൾട്ട് ബ്രിഡ്ജും കൊടുക്കുക. പരിപാടി കഴിഞ്ഞു. എടാ, ഇടതുഭാഗത്ത് കൊടുക്കുന്നവനാണ് ആനോഡ്.
ഇങ്ങനെയാണ് ഓർക്കേണ്ടത്. ലോൺ എന്ന് ഓർത്താൽ മതി. ലോൺ ഇലക്ട്രോകെമിസ്ട്രി അടുത്ത വർഷം പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ട്. ലോൺ ലെഫ്റ്റ് ഓക്സിഡേഷൻ ആനോഡ് നെഗറ്റീവ് എന്നാണ്. ലെഫ്റ്റ് ഇടതുഭാഗത്ത് എന്താ നടക്കുക? ഓക്സിഡേഷനാണ് നടക്കുക. അയാൾ ആനോഡായിരിക്കും, അയാളുടെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നെഗറ്റീവ് ആയിരിക്കും. അതെന്താ നിങ്ങൾക്ക് ഇപ്പോൾ പഠിക്കാനില്ല. ആ കോഡ് കംപ്ലീറ്റ് ആവാൻ ലോൺ എന്നാണ് പഠിക്കാന്നേ ഉള്ളൂ. എന്താണ് നെഗറ്റീവ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ അതൊക്കെ നമുക്ക് +2 പഠിക്കാം. അപ്പോൾ ഇടതുഭാഗത്ത് ആരായിരിക്കും? ആനോഡായിരിക്കും. അവിടെ സംഭവിക്കുക ഓക്സിഡേഷൻ ആയിരിക്കും. അപ്പോൾ ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താടാ? സിങ്ക് അല്ലേ ഇപ്പോൾ ഇവിടെ ഉള്ളത്. ആ സിങ്കിന് ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്യണം. ഇപ്പോൾ സിങ്ക് ഒറ്റക്ക് നിൽക്കുമ്പോൾ 0 അല്ലേ. അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ കൂടണം, Zn2+ ആവണം. അപ്പോൾ ആ റിയാക്ഷനാണ് ലെഫ്റ്റിൽ നടക്കുക. അപ്പോൾ Zn2+ ആവണമെങ്കിൽ അയാൾ അവിടെ 2 ഇലക്ട്രോണിനെ ഒഴിവാക്കണം. ആ 2 ഇലക്ട്രോണാണ് ഈ വയറിലൂടെ ഇങ്ങോട്ട് പോവുക. അങ്ങനെ പോയി കോപ്പർ സൾഫേറ്റിൽ Cu2+ലേക്ക് ആ 2 ഇലക്ട്രോൺ എത്തും. എത്തിക്കഴിഞ്ഞാൽ അയാൾ ആ 2 ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്തിട്ട് കോപ്പറായി മാറും. അപ്പോൾ എന്താ സംഭവിച്ചത്? 2 പോസിറ്റീവ് ചാർജ് ഉണ്ടായിരുന്നത് 0 ചാർജായി മാറി. ദാറ്റ് ഈസ് ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ, ദാറ്റ് ഈസ് റിഡക്ഷൻ. അപ്പോൾ അവിടെ എന്താ നടന്നത്? റിഡക്ഷൻ നടക്കുന്ന സ്ഥലമാണ് കാഥോഡ്. ഇയാളാണ് ആനോഡ്. ഇത്രയും ഓക്കെ അല്ലേ? അപ്പോൾ ഈ സെറ്റപ്പ് ഓർമ്മ വരണം. ഈ സെറ്റപ്പ് വരക്കാൻ അറിയണം. ഇതിൻ്റെ കാഥോഡിൽ നടക്കുന്ന റിയാക്ഷൻ എന്താ, ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ എന്താണെന്ന് അറിയണം. എന്നിട്ട് ഓവറോൾ റിയാക്ഷനും കൂടി പഠിക്കണം. ഓവറോൾ റിയാക്ഷൻ എങ്ങനെ എഴുതുക? എല്ലാ റിയാക്റ്റൻറ്റും ഒരുമിച്ച് എഴുതുക, പ്രൊഡക്റ്റ് ഒരുമിച്ച് എഴുതുക. അപ്പോൾ ഇവിടുത്തെ റിയാക്റ്റൻ്റ് ആരാ? സിങ്ക് അല്ലേ. ഇവിടുത്തെ റിയാക്റ്റൻ്റ് ആരാ? 2 ഇലക്ട്രോൺ അല്ലേ, Cu2+. പിന്നെ ആരാ? 2 ഇലക്ട്രോൺ. ഇതല്ലേ ഇവിടുത്തെ റിയാക്റ്റൻ്റ്. പ്രൊഡക്റ്റ് മൊത്തത്തിൽ എഴുതുക. ഇവിടെ ആരാ പ്രൊഡക്റ്റ്? Zn2+ഉം 2 ഇലക്ട്രോണും. ഇവിടെ ആരാ പ്രൊഡക്റ്റ്? കോപ്പർ എന്ന് മാത്രം. അപ്പോൾ ലെഫ്റ്റിലും റൈറ്റിലും 2 ഇലക്ട്രോൺ ഉണ്ട്, അവനെ കട്ട് ചെയ്ത് ഒഴിവാക്കി. ബാക്കി എന്താ ഉള്ളത്? സിങ്ക് + Cu2+, അതല്ലേ ഇത്. ഗീവ്സ് Zn2+ Cu, ഇതല്ലേ ഇത്. അപ്പോൾ ഓവറോൾ റിയാക്ഷൻ ചോദിച്ചാൽ ഇതാണ് എഴുതേണ്ടത്. വേറെ ഒന്നും നിങ്ങൾ പഠിക്കേണ്ട. ഈ റിയാക്ഷൻ്റെ EMF, ഈ സെല്ലിൻ്റെ EMFിൻ്റെ വാല്യൂ എത്രയാണെന്നും കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്ക്. 1.1 ഇലക്ട്രോൺ വോൾട്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ 3 ഇമ്പോർട്ടൻറ്റ് റിയാക്ഷൻസ് കൂടി പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ കഴിഞ്ഞു. മോനെ, ഈ 3 റിയാക്ഷനും നടക്കുന്ന റിയാക്ഷനാണ്. ഈ 3 റിയാക്ഷനും നടക്കും. കോപ്പർ സൾഫേറ്റിലേക്ക് സിങ്ക് ഇട്ട് കഴിഞ്ഞാൽ ZnSO4ഉം കോപ്പറായിട്ട് മാറും. CuSO4ലേക്ക് Fe ഇരുമ്പ് മുക്കിക്കഴിഞ്ഞാൽ FeSO4ഉം കോപ്പറുമായി മാറും. സിൽവർ നൈട്രേറ്റ് AgNO3യുടെ ഒരു സൊല്യൂഷൻ എടുത്തിട്ട് അതിലേക്ക് ഒരു കോപ്പറിൻ്റെ കഷ്ണം ഇറക്കി വെച്ചാൽ കോപ്പർ നൈട്രേറ്റും സിൽവറുമായി മാറും. ഓക്കെ, ഇനി ഇതിൽ ചോദ്യം എങ്ങനെ വരികയെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ CuSO4ന് ഒരു കളറുണ്ട്, ബ്ലൂ കളറാണ്. ZnSO4 കളർലെസ് ആണ്. ഓക്കെ, അപ്പോൾ പരീക്ഷയ്ക്ക് നിന്നോട് ഇങ്ങനെയാണ് പറയുക, ഒരു ബ്ലൂ കളർഡ് സൊല്യൂഷനിലേക്ക് ഏതോ ഒരു മെറ്റൽ റോഡ് ഇറക്കി വെച്ചപ്പോൾ ആ ബ്ലൂ കളർ ഇല്ലാതായിപ്പോയി. അതിൻ്റെ പിന്നിലുള്ള കെമിസ്ട്രി എന്ത്? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ആരാണ് ആ ബ്ലൂ കളർഡ് സൊല്യൂഷൻ? CuSO4. ആരാണ് ഇറക്കി വെച്ച റോഡ്? സിങ്ക്. എന്തുകൊണ്ടാണ് ബ്ലൂ കളർ ഇല്ലാതായത്? ബിക്കോസ് CuSO4 എന്തായി മാറി? ZnSO4 ആയി മാറി. ZnSO4 ഈസ് കളർലെസ്. മനസ്സിലായോ? എന്നാൽ അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, CuSO4ലേക്ക് Fe ഇറക്കി വെച്ചാൽ എന്താ ഉണ്ടാവുക? പഠിച്ചു വെച്ചോ. CuSO4 ബ്ലൂ കളറാണ്, FeSO4 ഗ്രീൻ കളറാണ്. അപ്പോൾ പരീക്ഷയ്ക്ക് നിന്നോട് ഇങ്ങനെ ചോദിക്കുകയാണ്, ഒരു ബ്ലൂ കളേർഡ് സൊല്യൂഷൻ ഉണ്ടായിരുന്നേ, ബ്ലൂ കളേർഡ് സൊല്യൂഷൻ, അതിക്കൊരു മെറ്റൽ റോഡ് ഇറക്കി വെച്ച് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആ സൊല്യൂഷൻ്റെ കളറ് ഗ്രീനായി മാറി. അപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള കെമിസ്ട്രി എക്സ്പ്ലെയിൻ ചെയ്യൂ. എന്താണ് പറ? ബ്ലൂ കളേർഡ് സൊല്യൂഷൻ ആരാണ്? CuSO4. മെറ്റൽ റോഡ് ആരാണ്? Fe. അപ്പോൾ അവർ തമ്മിൽ റിയാക്ട് ചെയ്യുന്നു, അവിടെ ഒരു റിയാക്ഷൻ നടക്കുന്നു. റിയാക്ഷൻ എങ്ങനെയാണ്? CuSO4 + Fe gives FeSO4 + Cu. FeSO4ൻ്റെ കളറാണ് ഗ്രീൻ. അതുകൊണ്ടാണ് ബ്ലൂ കളർ ഗ്രീൻ കളറായി മാറിയതെന്ന് കുറച്ച് മഞ്ഞളും മുളകൊക്കെ തേച്ചിട്ട് ഒന്ന് കുട്ടപ്പനാക്കിയിട്ട് നല്ലൊരു ആൻസർ കൊടുക്ക്. AgNO3 + Cu. എടാ, AgNO3ക്ക് കളറില്ല, കളർലെസ് ആണ്. അതിലേക്ക് കോപ്പർ മുക്കി വെച്ചാൽ കോപ്പർ നൈട്രേറ്റ് സൊല്യൂഷൻ ആവും, അതിന് ബ്ലൂ കളർ ഉണ്ട്. അപ്പോൾ ഇത് തിരിച്ചാ, ഒരു കളർലെസ് സൊല്യൂഷനിലേക്ക് ഒരു റോഡ് ഇറക്കി വെച്ചപ്പോൾ ബ്ലൂ കളർ ജനറേറ്റ് ചെയ്തു എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ ഇതാണ് റിയാക്ഷൻ. നേരത്തെ പറഞ്ഞ പോലെ ഡയലോഗ് അടിച്ചു കൊടുക്കുക. ഈ 3 എണ്ണത്തിൽ ഏതെങ്കിലും ഡയറക്റ്റായിട്ട് ചോദിക്കാറുണ്ട്. ബാലൻസിങ് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, മറക്കാതെ ഒന്ന് കണ്ടേക്ക്. ബാലൻസിങ് വന്നാൽ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഏരിയയാണ്.